ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും. പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ആർക്കെന്നോ എന്തിനു വേണ്ടിയെന്നോ പോലും അറിയാം. ദാറ്റ്സ് ലൈഫ്. ഹായ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ FC ഗോവയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. സോ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് കെവിൻ യോക്കിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. സോ പുള്ളിക്കാരന്റെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ഫാളു വെന്റി എല്ലാവരും മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞ് മികച്ച പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. എന്തായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വളരെ മികച്ച പെർഫോമൻസ് ആണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ആദ്യ മിനിറ്റുകളെല്ലാം FC ഗോവയായിരുന്നു കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്ത് കളിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് കുറച്ചുമാടി ബെറ്റർ ആയിട്ട് കളിക്കാൻ തുടങ്ങി. മത്സരത്തിൽ എടുത്തു പറഞ്ഞ പ്ലെയർ തന്നെയാണ് ഐബൺ ഡോനും അതുപോലെ ഫ്രെഡി ലാലൻ മാമയും ആൻഡ് ഫാളു വെന്റിയും. അവരൊരു മതില് പോലെയാണ് ഡിഫൻസിൽ ഉറച്ചു നിന്നത്. അതുപോലെ ഹോർമിബാൻ റോയ്വയും എടുത്തു പറയേണ്ടത് തന്നെ. വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ അവസാന മത്സരത്തിൽ കാഴ്ചവെച്ചത്. എന്തായാലും അവസാന മത്സരം കാണാൻ പോയി അവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആരാധകർക്കും ഒരു ബിഗ് താങ്ക്സ്. ഈ ഒരു സീസണോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ഐഎസ്എൽ നിന്നും പടിയിറങ്ങാനുള്ള ചാൻസും നമ്മൾ കാണുന്നുണ്ട്. കാരണം വളരെ ഈ ഒരു അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നതും. പിന്നെ അടുത്ത സീസണിൽ ഐഎസ്എൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനിയും വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 6 മത്സരത്തിൽ നിന്ന് ഒരു മത്സരം പരാജയപ്പെടാതെ വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും അടുത്ത സീസണിൽ ഐഎസ്എൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സും ഈ ഒരു സീസണിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു സീസണിലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇവിടെ അവസാനിക്കാണ്. സോ എന്തായാലും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന എല്ലാ മച്ചന്മാർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനി എന്താ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. സോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഇത്ര തന്നെ പറയാം. അപ്പൊ എന്തായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്തകളായിട്ട് വരാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും